അതിഥിയായി വന്ന് മുളക് മേടിക്കുന്നു. കുവൈറ്റിലെ യൂട്യൂബേഴ്സിന്റെ മീറ്റപ്പ് ഇവിടെ തുടങ്ങാൻ പോകണം. ഞങ്ങൾ ഹോട്ടൽ തക്കാരയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. കുവൈറ്റിലെ പ്രമുഖ ന്യൂസ് ചാനലായ സാജം ബ്രോയാണ് നമ്മുടെ രജിസ്ട്രേഷനിൽ ഇരിക്കുന്നത്. തുടങ്ങാണ്. ഓരോരുത്തരുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ, നമസ്കാരം. നമസ്കാരം. ഷാജു ആൻഡുമാണ്. മലയാളം എന്ന് പറഞ്ഞൊരു ചാനലാണ് നമ്മുടെ. എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങളെ കുറിച്ച് കണ്ടില്ല എന്ന് പറയും. ഇതാണ് നമ്മുടെ ശിവചേട്ടൻ, ഒരു അഡാർ ഫാമിലി എന്ന് പറയുന്ന ചാനലിന്റെ പപ്പയാണ്. ഓക്കെ, നമസ്കാരം. ഈ മീറ്റപ്പിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ കൊച്ചു ഫാമിലിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിയും, യുവേഴ്സ് ഫാമിലി എന്ന പേരിൽ യൂട്യൂബിൽ വളരെ ഫേമസ് ആണ് ഇവരുടെ ചാനൽ. ഈ കുഞ്ഞു മക്കളുടെ പ്രകടനങ്ങൾ ഷോർട്സിൽ ഇന്ന് മില്യൺ കണക്കിന് വ്യൂസ് ആണ് നേടിയിരിക്കുന്നത്. നിഷ്കളങ്കത നിറഞ്ഞ ഈ കൊച്ചു പ്രതിഭകളുടെ പ്രകടനങ്ങളെ നിരവധി ലക്ഷം ആരാധകരാണ് താലോലിക്കുന്നത്. നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളുടെ ഈ കൊച്ചു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യൂട്യൂബിൽ തരംഗമായി മാറിയ ഒരു അഡാർ ഫാമിലിയിലെ ശിബുച്ചേട്ടനും യുവേഴ്സ് ഫാമിലിയും ചേർന്ന് കേക്ക് മുറിച്ച് കുവൈറ്റിലെ മലയാളി യൂട്യൂബേഴ്സിൻ്റെ ഈ മീറ്റപ്പ് ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ മലയാളികളായ കുറച്ച് യൂട്യൂബർമാർ ചേർന്ന് ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും അതിലൂടെ തങ്ങളുടെ അറിവുകൾ പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്തു പോന്നിരുന്നു. അവരുടെ ആദ്യ കൂടിക്കാഴ്ചയാണ് ഈ മീറ്റപ്പ്. കുവൈറ്റിൽ ഒരുപാട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെന്നും ഒരുപാട് അറിവ് പകരുന്ന കാര്യങ്ങളുണ്ടെന്നും അറിഞ്ഞ അല്ലെങ്കിൽ പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് LT ഡ്രീംസ് ബൈ ലെനി ആൻഡ് ടീന. ഞങ്ങളുടെ ഒരു കൊല്ലത്തെ ഒരു സ്വപ്നമാണ് ഇങ്ങനെ ഒരു മീറ്റപ്പ്. അതാണ് ഇന്ന് ഈ നിമിഷം സഫലമാകാൻ പോകുന്നത്. ഭയങ്കര സന്തോഷമാണ്. എന്നെ അങ്ങ് അപമാനിക്കാമല്ലോ. ഒരു പാമ്പ് പിടിച്ചവന് കുമ്മുടിയിട്ടില് മീറ്റിങ്ങിന് കയറി വരാം. അപ്പൊ ഉണ്ട് 4 സ്ഥലത്തുനിന്നും ക്യാമറയും പൊക്കി പിടിച്ചിട്ട് പറഞ്ഞോളൂ എന്താ പറയാ. ബഹളം നടക്കുമ്പോ 2 ചേച്ചിമാരും ഒരു മോള് കൂടി ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ബഹളങ്ങളൊക്കെ കണ്ടിട്ട് എന്താ പറയാനുള്ളത്? കണ്ടിട്ട് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഒത്തിരി ഇൻഫോർമേഷൻസ് കിട്ടാറുണ്ട്. പെട്ടെന്നുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ യൂട്യൂബിൽ നോക്കിയാൽ എല്ലാം മനസ്സിലാകും. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മീറ്റപ്പിൽ പങ്കെടുക്കാൻ പറ്റിയത്. ഓരോ വീഡിയോയും നമുക്ക് ഓരോ ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതായത് നമ്മൾ യൂട്യൂബേഴ്സ് വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും ജനോപകാരപ്രദമായ ഏതെങ്കിലും ഒരു നന്മ അവശേഷിപ്പിക്കുന്ന വീഡിയോകളായിരിക്കണം എന്നാണല്ലോ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ വീഡിയോകൾ തന്നെ ആയിരിക്കണം ഓരോ യൂട്യൂബേഴ്സും എടുക്കേണ്ടത്. ഓരോരുത്തരുടെയും ഓരോ ഫാമിലിയുടെയും ആവശ്യം അത് തന്നെയാണ്. യൂട്യൂബുകാരുടെ ഒരു ബഹളാണ്. എവിടെ നോക്കിയാലും ക്യാമറ എടുത്തിട്ട് ആൾക്കാർ അവരുടെ വീഡിയോ തറയ്ക്കാനുള്ള പരിപാടി. അത് കുവൈറ്റിലെ മെയിൻ വില്ലൻ. വേദിയിൽ വെച്ച് കുവൈറ്റിലെ എല്ലാ പ്രമുഖ ചാനലുകളും വിശിഷ്ട അതിഥിയിൽ നിന്നും മൊമെന്റുകൾ ഏറ്റുവാങ്ങി. കുവൈറ്റ് യൂട്യൂബേഴ്സിന്റെ ആദരം സ്വീകരിക്കാനായിട്ട് യുഎസ് ഫാമിലിയുടെ അംഗങ്ങളാണ് ഓൺ സ്റ്റേജിൽ. നമ്മുടെ ഒരു സ്നേഹാടയാളം മൊമെന്റോ കൈമാറുകയാണ്. പതക്കം ഏറ്റുവാങ്ങാനായി ഷാജുവിനെ ക്ഷണിച്ചോളൂ. 0 തുടങ്ങി 50 വരെ നമ്പർ എഴുതും. കറക്റ്റ് ആയിട്ട് പറയുന്ന ആള് ഈ മുളക് അടിക്കണം. നേരത്തെ ചിരിപ്പിച്ചു, ഇപ്പൊ മുളക് അടിപ്പിക്കും. അതായത് ഇതൊരു ഗെയിമാണ്. അവിടെ ഒരു നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 മുതൽ 50 വരെയുള്ള നമ്പർ ഓരോരുത്തർ പറയുന്ന നമ്പർ ശരിയാണെങ്കിൽ അവിടെ ഒരു മുളക് ഉണ്ട്, അത് കടിക്കേണ്ടി വരും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. 8
23 ഈ പറഞ്ഞത് എഴുതി വെക്കുന്നു. അതിഥിയായി വന്ന് മുളക് കടിക്കുന്നു. ഞാൻ കടിക്കാം. ചെറിയ കാടിയല്ല, കടിച്ചു തിന്നണം. ഫുള്ള് തിന്നണം. എന്ത് അഭിപ്രായമാണെങ്കിലും കാണിക്കാം. മറ്റുള്ളവർ ചിരിക്കണം, നിങ്ങൾ ചിരിക്കരുത്. അങ്ങനെ ചിരിക്കാതെ അവസാനം വരെ നിൽക്കുന്ന ആള് വിജയി. പ്രമുഖന്മാരും ഞങ്ങളാണ്, ഞാനും ലെല്ലിയാണ്, നിങ്ങളല്ല. കൊറോണ വന്നപ്പോഴുള്ള പ്രമുഖം ഇപ്പോഴാണ് ഒന്നും കൂടെ മലയാളി യൂട്യൂബേഴ്സ് കുവൈറ്റിൽ സജീവമായത്. അപ്പൊ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ഇങ്ങനെയുള്ളൊരു ഒത്തുചേരൽ. എന്തെങ്കിലും ഒരു നന്മ നമ്മുടെ വീഡിയോയിൽ അവശേഷിപ്പിക്കാനായിട്ട് നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. നമ്മൾ വെറും പൈസ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യരുത്. കാരണം കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവർ വരെ അവരുടെ ആവശ്യങ്ങൾക്ക് എന്തോ അത് തിരയുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് യൂട്യൂബ്. നമ്മുടെ വീഡിയോ അതിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ആണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ വീഡിയോ വൈറലാകും, ഒരു സംശയവുമില്ല. നമുക്ക് അന്നം തരുന്ന ഈ നാടിനും അതുപോലെ തന്നെ ഈ പ്രവാസികളെ ഇരു കൈകളോടെ സ്വീകരിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളോടും നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസ. പാട്ടും ആട്ടവും കളികളും ഒക്കെ അടങ്ങിയ ഗംഭീര ഈ മീറ്റപ്പിൻ്റെ അവസാനത്തിൽ കോഴിയും പോത്തും വെജിറ്റബിളും പൊറോട്ടയും വെള്ളയപ്പവും ഫ്രൈഡ് റൈസും അടങ്ങുന്ന ഒരു ഗംഭീര സദ്യയും ഉണ്ടായിരുന്നു. തങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അധികം വൈകാതെ വലിയൊരു മെഗാ ഷോ നടത്താമെന്ന പ്രതീക്ഷയിൽ വന്നവരെല്ലാം ചേർന്ന് നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് സസന്തോഷം താൽക്കാലികമായി വിട പറഞ്ഞു.